നമസ്കാരം. പഹൽഗാം ബൈസരൻ താഴ്വരയിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എത്ര പേർ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഇന്നലെ 28 പേർ എന്നായിരുന്നു കേട്ടത്. 27 പേരുടെ മൃതദേഹം വിമാനത്താവളത്തിൽ എത്തിച്ചു എന്നൊക്കെയായിരുന്നു വാർത്തകൾ. എന്നാൽ ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 26 പേർ കൊല്ലപ്പെട്ടു എന്നാണ്. 26, 27, 28 ആവട്ടെ, മനസാക്ഷിയുള്ള സകല മനുഷ്യരെയും ഭയപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന ഒരു ദുരന്തമാണ്. അതിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ്റെ കറുത്ത കരങ്ങളാണ് എന്ന കാര്യത്തിൽ ഇന്ത്യക്കെന്നല്ല, ലോകത്ത് നീതിബോധമുള്ള ഒരു മനുഷ്യനും സംശയമില്ല. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ പൂണ്ടുവിളയാടുന്ന, ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനയുടെയും പേരിൽ രാജ്യവിരുദ്ധ കാര്യങ്ങൾ ആവർത്തിക്കുന്ന ചിലരൊഴികെ ആർക്കും ഇക്കാര്യത്തിൽ സംശയമില്ല. അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേൽ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റുമൊക്കെ പാകിസ്ഥാൻ്റെ കറുത്ത കരങ്ങൾക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ചിരിക്കുന്നു. അത്ര കർശനമായ നിലപാടുമായി ഇന്ത്യ മുമ്പോട്ട് പോവുകയാണ്. പാകിസ്ഥാന് പിന്തുണയില്ലാതെ ഇങ്ങനെയൊരു ഭീകരാക്രമണം ഉണ്ടാവില്ല എന്ന് തീർത്ത് പറയുകയാണ് ഇന്ത്യ. അതിനുള്ള കാരണങ്ങളുണ്ട്, തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇതിന് കൊടുക്കേണ്ടി വരുന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിലയായിരിക്കും. വരുന്നുണ്ടടാ നിൻ്റെയൊക്കെ കാലന്മാർ എന്ന് പാടിയ പഴയ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുണ്ട്. പക്ഷേ കാലന്മാർ കൊണ്ടുപോയത് മുദ്രാവാക്യം ഉയർത്തിയ PFIക്കാരെയാണെങ്കിൽ ഇവിടെ മുദ്രാവാക്യം ഉയർത്താതെ ഇന്ത്യ പാകിസ്ഥാനോട് നിശബ്ദമായി പറയുന്നതും ഇത് തന്നെയാണ്. വരുന്നുണ്ടടാ നിൻ്റെയൊക്കെ കാലന്മാർ. അത് പക്ഷേ അതിവേഗത്തിൽ ആയിരിക്കില്ല. കാരണം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ കറുത്ത കരങ്ങൾ ലോകത്തിന് മുൻപിലേക്ക് തുറന്നു കാട്ടി അവരെ നിശബ്ദരാക്കാനുള്ള നീക്കം. ആ നീക്കത്തിൻ്റെ ഭാഗമായി സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാവാം. പാക് സൈനിക കേന്ദ്രങ്ങളും ഭീകര കേന്ദ്രങ്ങളും തകർത്തെന്ന് വരാം. 2016-ലെയും 19-ലെയും സർജിക്കൽ സ്ട്രൈക്കിൻ്റെ അപ്പുറത്തേക്ക് കടന്നുപോയെന്ന് വരാം. എന്നാൽ സമയമെടുക്കും. കാരണം പാകിസ്ഥാൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് തെളിവ് ശേഖരിക്കുക എന്ന ബാധ്യതയാണ് ഇന്ത്യ ആദ്യം ഏറ്റെടുക്കുന്നത്. അല്ലാതെ പാകിസ്ഥാനെതിരെ എടുക്കുന്ന ഓരോ നിലപാടും അന്താരാഷ്ട്ര സമൂഹത്തിൽ പിന്നീട് തിരിച്ചടിക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ നിശബ്ദമായി ആയിരിക്കും ഇന്ത്യയുടെ ഇടപെടൽ. മാത്രമല്ല, ഇതിനു മുമ്പ് 2 തരം സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ നടത്തിയിട്ടുണ്ട്. 2016-ൽ ഉറി ആക്രമണം ഉണ്ടായപ്പോൾ പാക് അതിർത്തി കടന്ന് ഏതാണ്ട് 2 കിലോമീറ്ററോളം കടന്ന് പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുകയായിരുന്നു. പിന്നീട് 2019-ലെ പുൽവാമ ആക്രമണത്തിന് ശേഷവും ബാലാക്കോട്ടിൽ പാക് സൈനിക കേന്ദ്രത്തിന് നേരെയും ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തി. അനേകം ഭീകരരെ വധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അത് രണ്ടും സംഭവിക്കാതിരിക്കാൻ വ്യോമ പ്രതിരോധവും അതിർത്തി രക്ഷാസന്നാഹവും പാകിസ്ഥാൻ ഒരുക്കുമെന്ന് തീർച്ചയാണ്. പഹൽഗാം ആക്രമണത്തിൻ്റെ തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ അതീവ ജാഗ്രതയോടെ രംഗത്ത് വന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുണ്ടാവില്ല. ഇത്തരം സർജിക്കൽ സ്ട്രൈക്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം നനച്ചിരിക്കാത്ത സമയത്ത് അടിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തിരിച്ചടി ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. പ്രതീക്ഷിക്കുന്ന ഇടത്തുമായിരിക്കില്ല, പ്രതീക്ഷിക്കുന്ന രീതിയിലുമായിരിക്കില്ല ഇന്ത്യ തിരിച്ചടിക്കുക. പക്ഷേ ഇത് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് വിഷയമാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഭീകരാക്രമണം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം തന്നെ പാകിസ്ഥാനെതിരെയുള്ള തിരിച്ചടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള സൗഹൃദവും വ്യാപാരവും മറ്റ് ബന്ധങ്ങളും ശക്തിപ്പെടുത്താൻ സൗദി കിരീടാവകാശിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും മുൻകൈ എടുത്തുകൊണ്ട് തുടങ്ങിവെച്ച സൗദി സന്ദർശനം വേണ്ടെന്ന് വെച്ചിട്ടാണ് തിരിച്ചു വന്ന് മോദി സുരക്ഷാ ക്യാബിനറ്റിന് നേതൃത്വം കൊടുത്തത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ പഹൽഗാം സന്ദർശിക്കുകയും മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തതിന് ശേഷം മടങ്ങിയെത്തിയാണ് ഇന്നലെ സുരക്ഷാ ക്യാബിനറ്റിൽ പങ്കെടുത്തത്. ആ ക്യാബിനറ്റിൽ വെച്ചാണ് അതീവ ശക്തമായ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നത്. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം ഏതാണ്ട് വിച്ഛേദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ പാകിസ്ഥാൻ എംബസി തൽക്കാലം നിലനിർത്തുകയാണ്. അവിടെയുള്ള ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ എണ്ണം 30 വെട്ടിച്ചുരുക്കി. മാത്രമല്ല, ഇന്ത്യൻ എംബസി കേന്ദ്രീകരിച്ച് സൈനിക ഉപദേശകരുണ്ട്, അവരെ തിരിച്ചു വിളിച്ചു. അതിന് കാരണം ഇന്ത്യയിലെ പാകിസ്ഥാൻ എംബസി നിലനിർത്തുന്നതിനെതിരെ നിലപാടെടുക്കാതിരിക്കുമ്പോഴും ഇവിടെയുള്ള സൈനിക ഉപദേശകർ, അത് കരസേനയുടെയും വ്യോമസേനയുടെയും നാവികസേനയുടെയും ഉദ്യോഗസ്ഥരെ പുറത്താക്കിയിട്ടുണ്ട്. അതായത് പലപ്പോഴും നയതന്ത്ര ഓഫീസുകളിൽ അതാത് രാജ്യങ്ങളുടെ സൈനിക ഓഫീസർമാരുമുണ്ടാവും. അവരെ പുറത്താക്കിയിരിക്കുന്നു. കാരണം പാക് പട്ടാളവുമായി ഒരു തരത്തിലുള്ള സൗഹൃദവും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവരെ പുറത്താക്കുകയും പകരം പാകിസ്ഥാൻ അത് ചെയ്യുന്നതിന് മുൻപ് പാകിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയിലുള്ള സൈനികരെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. മാത്രമല്ല, ഏതെങ്കിലും ഒരു പാകിസ്ഥാനിക്ക്
ഇന്ത്യ വിസ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ വിസ റദ്ദാക്കുകയാണ്. 48 മണിക്കൂറിനകം അവർ രാജ്യം വിട്ടില്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കും. ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ പാകിസ്ഥാനിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടെ പോയിട്ടുണ്ടെങ്കിൽ അവർ ഒരാഴ്ചയ്ക്കകം തിരിച്ചു വരണം. ഒരാഴ്ചയ്ക്കകം തിരിച്ചു വന്നില്ലെങ്കിൽ അവർക്കൊരു പക്ഷേ ഇന്ത്യയിൽ തിരിച്ചു വരാൻ കഴിഞ്ഞെന്ന് വരില്ല. പാകിസ്ഥാനിലുള്ള ബന്ധുക്കളെ സന്ദർശിക്കുന്നതിന് വേണ്ടി പോയിരിക്കുന്നതാണ്. അവരെയാണ് തിരിച്ചു വിളിക്കുന്നത്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് സിന്ധു നദിയുടെയും പോഷക നദികളുടെയും വെള്ളം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാർ റദ്ദു ചെയ്തു എന്നതാണ്. ഇത് സുപ്രധാനമായ നീക്കമാണ്. കാരണം സിന്ധു നദിയും ഝലം നദിയുമൊക്കെ പാകിസ്ഥാനിലേക്ക് പോകുന്നത്, അവർക്ക് വെള്ളം കിട്ടുന്നത്, അവിടുത്തെ കർഷകർ മുമ്പോട്ട് പോകുന്നത് ഇന്ത്യയുടെ കരുണയിലാണ്. നദി പ്രകൃതിയുടെ വിഭവമാണ്. അതാരും സ്വന്തമാക്കി അതിർത്തി കെട്ടി വയ്ക്കരുതേ, അതിർത്തിയിൽ നിയന്ത്രിക്കരുതേ എന്ന ഇന്ത്യയുടെ ഒരു മാനുഷികമായ നിലപാട്. അത് പിന്നീട് പലതവണ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഭിന്നതയുണ്ടായിട്ടും യുദ്ധമുണ്ടായിട്ട് പോലും നമ്മൾ അതിൽ ഇടപെട്ടില്ല. അതാണ് പൊടുന്നതിന് റദ്ദാക്കിയിരിക്കുന്നത്. 1960 ലോകബാങ്കിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സിന്ധു നദി കരാർ ഉണ്ടാവുന്നത്. ഈ കരാറാണ് വാസ്തവത്തിൽ പാകിസ്ഥാന്റെ കാർഷിക വ്യവസ്ഥയുടെ നട്ടെല്ല്. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ കറാച്ചിയിൽ വെച്ച് പാക് ഭരണാധികാരിയായ അയൂബ് ഖാനും ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ഒപ്പിട്ട ചരിത്ര പ്രസിദ്ധമായ കരാറാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. പടിഞ്ഞാറുള്ള സിന്ധു, ഝലം, ചിനാബ് നദികൾ പാകിസ്ഥാനും, കിഴക്കുള്ള ബിയാസ്, റാവി, സത്ലജ് നദികൾ ഇന്ത്യക്കും, ബാക്കിയുള്ള ചെറുനദികൾ അവ രണ്ടു പേർക്കും അവരുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്ന തരത്തിൽ ഒരു കരാർ ഉണ്ടാക്കുകയും ആ കരാർ പാലിച്ചുകൊണ്ടാണ് ഇതുവരെ മുമ്പോട്ട് പോയത്. ഇന്ത്യയുടെ ദയയും കരുണയുമായിരുന്നു വാസ്തവത്തിൽ പാകിസ്ഥാന്റെ ജീവൻ. ആ ജീവനാണ് ഇപ്പോൾ ഇന്ത്യ തടയാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് പാകിസ്ഥാൻ ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി ചില്ലറയല്ല. ഇപ്പോൾ തന്നെ ആഭ്യന്തര യുദ്ധവും മത തീവ്രവാദികളുടെ ഇടപെടലും ഭീകരാക്രമണവും ഒക്കെ കൊണ്ട് പാകിസ്ഥാൻ താറുമാറായിരിക്കുന്നു. അവരുടെ സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ വക്കിലാണ്. ഒരു റൊട്ടിക്ക് വേണ്ടിയും ഗോതമ്പ് പൊടിക്ക് വേണ്ടിയുമൊക്കെ ആളുകൾ കടിപിടി കൂടുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഒരു രാജ്യമായിരുന്ന ഭാരതം രണ്ടായി വേർപിരിഞ്ഞതിന് ശേഷം എത്ര വ്യത്യസ്തമാണ്. രണ്ടിടത്തെയും സാമ്പത്തിക സ്ഥിതി, ജനങ്ങളുടെ സ്വാതന്ത്ര്യം, സമ്പദ് വ്യവസ്ഥ എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് പാകിസ്ഥാനിലെ ദരിദ്ര ജീവിതം. ആ ദരിദ്ര ജീവിതത്തെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്ന തീരുമാനമാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. ചില പാക് സ്നേഹികൾ അതിനെതിരെ മുറവിളി കൂട്ടുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് 26 27 നിരപരാധികളെ കൊന്നൊടുക്കിയ ഈ ഭീകരതയെ ഇല്ലാതാക്കാൻ മറ്റു വഴികളൊന്നുമില്ല. ഇത് വലിയ തിരിച്ചടിയായിരിക്കും പാകിസ്ഥാന് കൊടുക്കുക. അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മധ്യസ്ഥതയോടുകൂടി ഇന്ത്യയുടെ മനം മാറ്റാൻ പാകിസ്ഥാൻ ശ്രമിക്കാതിരിക്കില്ല. എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്കുള്ള വലിയ തിരിച്ചടിക്ക് ഇന്ത്യ ഒരുങ്ങുകയാണ്. നേരം കുറിച്ച് കാത്തിരിക്കുകയാണ്. പാകിസ്ഥാന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ സൂക്ഷ്മതയോടെയായിരിക്കും ഇന്ത്യയുടെ ആക്രമണം സംഭവിക്കുക. പാകിസ്ഥാൻ വലിയ വില കൊടുക്കേണ്ടി വരും. ഈ ഭീകരവാദത്തിൻ്റെ താക്കോൽ അവർ താഴെയിടേണ്ടി വരും.